ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രം ഉൾപ്പെടെ ഒരുപാട് മലയാള ചിത്രങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം നമ്മുടെ അമ്പാൻ അതുപോലെ തന്നെ അനശ്വര രാജ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പൈങ്കിളി എന്നൊരു കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് ഈ ഒരു ചിത്രത്തിന് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മോശം അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ നിന്ന് വലിയൊരു വിജയമായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിയിരിക്കുന്നത് എന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോരമ മാക്സിലൂടെ കൂടുതലും ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് മാർച്ച് 28-ാം തീയതിയോട് കൂടിയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ചിത്രം ഉണ്ണിമൂന്തൻ, നിഖില വിമൽ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗെറ്റ് സെറ്റ് ബേബി എന്നൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ചിത്രത്തിന് പല കാരണങ്ങൾ കൊണ്ട് വലിയ വിജയമായിട്ടൊന്നും അന്ന് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ആമസോൺ പ്രൈം ആണ് വാങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ സ്ഥിരം ചിത്രങ്ങളൊക്കെ സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ ഒരു ചിത്രവും ആമസോൺ പ്രൈമിലൂടെ അടുത്ത ആഴ്ച, അതായത് മാർച്ച് 28-ാം തീയതിയോ അല്ലെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ടോ തന്നെ സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യും. അടുത്തത് ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹണ്ട് എന്നൊരു ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനായിട്ട് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി. ഏതായാലും ഇപ്പോൾ അവസാനം ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ട് തന്നെ പ്രീമിയർ ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഓണത്തിന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ബാഡ് ബോയ്സ്. ഇതൊരു കോമഡി മൂവി കൂടിയാണ്. ചിത്രത്തിൽ റഹ്മാൻ, ബാബു ആൻ്റണി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററുകളിൽ വലിയൊരു പരാജയമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൻ്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഇപ്പോൾ മനോരമ മാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമും കൂടി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ ഈ അടുത്ത ആഴ്ചകളിലായിട്ട് തന്നെ, അതായത് ഈ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ടോ തന്നെ ഈ ഒരു ചിത്രം സർപ്രൈസിംഗ് ആയിട്ട് പ്രീമിയർ ചെയ്യും. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാം ചിത്രം ബേസിൽ ജോസഫ്, സൗബിൻ സായിർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാവിൻകോട് ഷാപ്പ് എന്നൊരു മലയാള ചിത്രമാണ്. അന്ന് ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായമായിരുന്നു നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ സോണി ലീവാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോണി ലീവിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ട് തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രാഗൻ എന്നൊരു ഗംഭീര തമിഴ് ചിത്രമാണ്. ഈ അടുത്ത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് ചിത്രം കൂടിയാണിത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് മാർച്ച് 28-ാം തീയതിയാണ് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ HD പ്രിൻ്റൊക്കെ ആൾറെഡി ഇപ്പോൾ ടെലിഗ്രാമിലൂടെയൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ ചിത്രം വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ജാതി ജാതകം എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു മികച്ച കോമഡി എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ മനോരമ മാക്സ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മനോരമ മാക്സിലൂടെ ഈ ഒരു ചിത്രം കഴിഞ്ഞ ആഴ്ച തന്നെ പ്രീമിയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ പ്രീമിയർ കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും അവർ അന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ചിത്രം മനോരമ മാക്സിലൂടെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കുകളിലായിട്ടോ ആയിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആൾറെഡി ഈ ഒരു ചിത്രം ഇന്ത്യക്ക് പുറത്തൊക്കെ ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ചാക്കോച്ചിൻ്റെ ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊരു മലയാള ചിത്രമാണ്. ഇതൊരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ്. അതുപോലെ തന്നെ ചാക്കോച്ചിൻ്റെ കരിയറിലെ ആദ്യത്തെ 50 കോടി രൂപ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം വൈകാതെ തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം മാർച്ച് 20-ാം തീയതി, അതായത് ഇന്ന് രാത്രിയോട് കൂടി തന്നെ പ്രീമിയർ ചെയ്യുമെന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ.